NDA സ്ഥാനാർത്ഥിക്കായി ന്യൂനപക്ഷ മോർച്ചയുടെ സ്ക്വാഡ് വാഹന പ്രചാരണ ജാഥ പ്രവർത്തനത്തിന്റെ ഫ്ളാഗ് സ്ഥാനാർത്ഥി അബ്ദുൽ സലാം ജാഥ ക്യാപ്റ്റനായ ആലി ഹാജിക്ക് നൽകി. മിമിക്രിയിലൂടെയും സ്കിറ്റിലൂടെയും NDA സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥനയും നടത്തി. NDA സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാമിനായി BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. മിമിക്രിയിലൂടെയും സ്കിറ്റിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. കുറെ കാലം നമ്മളെ സ്ഥാനാർത്ഥിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. നമ്മൾ പാലും കച്ചവടം ചെയ്തിങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥി സാറെ കണ്ട്. അപ്പോൾ നമ്മള് ഇത് മനസ്സിലായിക്കോണം, നമ്മൾ മലപ്പുറം ഉണ്ണിക്കോയ എല്ലാവർക്കും അറിയാം ഇവിടെ. കാരണം മലപ്പുറം ഉണ്ണിക്കോയ എന്ന് പറഞ്ഞാൽ പഴയ മിമിക്രി കലാകാരനാണ്, നമ്മൾ അറിയാമല്ലോ. ഈ പഴയ മിമിക്രി കലാകാരെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളവിടെ ഒന്ന് രണ്ട് മിമിക്രിയാണ് പരിപാടിയാണ്. കാരണം ഇപ്പോൾ ഈ വേദിയിലൊക്കെ രണ്ട് മിമിക്രി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ അടിത്തട്ടുള്ള കലാകാരന്മാരെ അങ്ങനെ പൊങ്ങിച്ചു കൊണ്ടുവരുന്ന സർക്കാരാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നത്, അറിയാമല്ലോ അല്ലേ. അപ്പം അതിന് ഉദാഹരണം നഞ്ചമ്മ എവിടെ കിടക്കുന്ന ആളാ. മോദിയുടെ വികസന മന്ത്രമാണ് മലപ്പുറത്ത് മുഴങ്ങുന്നതെന്നും മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം മലപ്പുറത്തുണ്ടെന്നും സ്ഥാനാർത്ഥി അബ്ദുൽ സലാം പറഞ്ഞു. ഞാൻ സാധാരണ പറയുന്നത്, തട്ടത്തിനടിയിലുള്ള മോഡിജിക്ക് വേണ്ടിയുള്ള ഒരു ഊളം അത് വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ മുതലാക്കാൻ ശ്രമിക്കണം. ഇന്ത്യ മൊത്തമല്ല, ലോകം മൊത്തം മോഡി എന്ന സൂര്യന്റെ പ്രഭ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് കുട്ടിപ്പാക്കയും പറഞ്ഞു ചില കാര്യങ്ങൾ. ഇതേമായി എല്ലാ കാര്യങ്ങളും വരേണ്ട പാടില്ല. പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എല്ലാ താഴെത്തട്ടിലും അവതരിപ്പിച്ചാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ 20 മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നില്ല. കുട്ടിപ്പാക്ക എവിടെയും പറയും നിർത്തുന്നു. വിദ്യാസമ്പന്നരായവരുടെ വോട്ട് അബ്ദുൽ സലാമിനാണെന്ന് സത്താർ ഹാജിയും വ്യക്തമാക്കി. ഇക്കുറി മലപ്പുറത്ത് നിന്ന് NDAയുടെ MP ആയിരിക്കും ലോക്സഭയിലെത്തുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, മലപ്പുറം.